അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? നമ്മൾ ദൈവത്തോട് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത്. അത് കുറ്റമറ്റവനായിരിക്കും. വിപിൻ എന്താ ചെയ്തിരിക്കുന്നത്? വിപിൻ പറയണത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് അവനോട് അവന് ഈ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന് ഒരു തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യ വശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പം തന്നെ അവന് മനസ്സിലായി സംഗതി പിശകാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി. അതാണ് സംഭവം. എൻ്റെ മുമ്പാകെ നിൽക്കണം, കുറ്റമറ്റവനായിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലൂടെ പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവനെന്ത് ചെയ്ത് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന്. അത് കൃപ നിറയാമ്പൻ്റെ വഴികളാണ് ഈ സംഭവം. പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റണില്ല പാവത്തിന്. കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറല്ല, ഈ ഇൻറ്റേർണലാണ്. എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേർണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരുമ്പോൾ കുളമായി പോകത്തില്ല. എങ്കിലും എന്നിട്ട് ഇവൻ പരീക്ഷയ്ക്ക് 20 പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാകണില്ല, ഒന്നും ഓർക്കണമില്ല. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും. പരീക്ഷ ഹോളിൽ കയറുന്നത് പറയും. അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം ഒരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ അവന് സിൻസിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഇവൻ എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം ശരിക്കൊന്ന് ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ്. അതുകൊണ്ട് അവൻ പച്ചക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ നിർത്തുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക, ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ദൈവത്തെ എന്തിനാണ് പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അവനോട് പറയും, നീ എഴുതാൻ പറയും. ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അമ്മ അവനെ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം 20 പരീക്ഷ എഴുതിക്കും. 20 പരീക്ഷ എഴുതിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കമൻ്റുണ്ട്. ഞാൻ എഴുതി അവസാനം ഞാൻ പറഞ്ഞു, അതായത് ഞാനിങ്ങനെ എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ, ഈ 20 പരീക്ഷ എഴുതി കഴിയുമ്പോൾ, അരിയറെല്ലാം എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ അവൻ ജയിച്ച പോലെയാവും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇടിപെട്ട് റിസൾട്ട് എല്ലാ പേപ്പർ ക്ലിയർ ചെയ്യും. അതായത് അതൊക്കെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇത് മെറിറ്റൊന്നും ഇല്ല അവന്, ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല. ഇവിടെ എന്താ ഉള്ളത്? ഗ്രേസ് ഉണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ്. മനസ്സിലായ? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക്, സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം. അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും. കാരണം എന്താണ്? ഉടമ്പടി നമുക്ക് ലഭിക്കണത് എന്താണ്? ഗ്രേസാണ്. ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത്. അതല്ല, ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് 32 അരിയറുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അവൻ എഴുതിച്ചിട്ടുണ്ട്. ഇതേ സ്പിരിറ്റിൽ കൺവേ ചെയ്ത് നിങ്ങൾ വിചാരിക്കണത് ഈ ഒരു വ്യക്തി ഓൾ ഓൺ എ സഡൻ അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കൃപാസന പത്രം കൊണ്ട് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതറിയുമ്പോഴാണ് പ്രശ്നം പറയണത്. അയാൾ ഒരു ക്രിസ്ത്യൻ അല്ല, ഐ മീൻ ദ ബാപ്റ്റിസ്റ്റ് അല്ല അയാൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തിനോടെന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും. പന്നയിലെ മരിയൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ
ഇങ്ങനെ സഞ്ചാരി മാതാവാണ്. എന്താ പ്രശ്നം? ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ, ഒരു കഷ്ണമല്ലേ അത്? എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരൂ. അപ്പോൾ ഒരു സിംഗിൾ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വചനം എന്താ പറഞ്ഞിരിക്കണത്? ഏറ്റു പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാൻ വരും. അപ്പം നമ്മളൊരു സിംഗിൾ, അത് ജോഷുവ 1:9 അവസാനത്തെ വചനമാണ്. ജോഷുവ 1:9 എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അപ്പോൾ ഒരു സ്ഥലമല്ലല്ലോ, ഇല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും. രക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഷീജ ജോയി പൊട്ടയിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ ഉടമ്പടി, എനിക്ക് പറയാനുള്ള, ഉടമ്പടി കാലത്ത് ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ. നിങ്ങൾ ഉഴപ്പിയത് കൊണ്ട്, വിശുദ്ധി ഇല്ലാതെ ജീവിക്കണതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയും സിമ്പിളാണിത്. അപ്പം അല്പമൊന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ചു. അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. സ്വപ്നം കാണിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾത്താറിൽ ഒരു പഴം അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത്, കിട്ടാത്തവർക്ക് പാസ് ചെയ്ത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറകിലോട്ട് പാസ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പഴം ഇരിക്കണം. അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത്, അപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പടലപ്പഴം ഇരിക്കണ്ടേ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ്. സാക്ഷി ഇട്ടിട്ടുണ്ടേ, നോക്കണേ. ആമവാദമാകുമ്പോൾ കൈ പൊക്കാൻ പറ്റത്തില്ല. ഒരു കൈ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വാദം പിടിച്ച്. എന്നിട്ട് ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവിടെ വരണത്. പക്ഷെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഒറ്റക്ക് വന്ന്. അതങ്ങനെ പോകാൻ പറ്റില്ല. ഒരു കൈ ഇങ്ങനെ തിളക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ബസ്സെ പിടിച്ച് വരണ്ടേ. ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരിവിടെ വന്ന് ഇതുപോലെ നിങ്ങൾ ധ്യാനമൊക്കെ കൂടി വെച്ചും പോകാൻ നേരത്ത് ഇവർ ബിഗ് ഷോപ്പർ കൊണ്ടാണ് വരണത്. അപ്പോൾ 100 പത്രം വാങ്ങിക്കും. ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടയിലിടുകയാണ്. ഈ 100 ബിഷോപ്പർ മേടിച്ച് ഒരു കൈയുടെ തണ്ടയിലിട്ടിട്ട് ബസ്സിലേക്ക് കയറണം. എന്നിട്ട് എത്രയും കഷ്ടപ്പെട്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും. ഇവരെ ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അതൊക്കെ വെറുതെ വിട്ടിത്തരാം. അതൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത, അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ. ഇത് തന്നെ വളരെ ശ്രദ്ധാപൂർവം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും, അത് ദൈവികമായ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പാസ് ചെയ്യണത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട്ടിൽ ഇരുന്ന് ഇരുട്ടത്തിരുന്ന് വരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഉടമ്പടി മര്യാദകൾ പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ്, ചെയ്യണ പ്രാർത്ഥന. അവൻ പറയണ പോലെ ചെയ്യണ സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരുടെ അവസ്ഥ കണ്ട, ഒരു കൈ അവർക്കില്ല. ഒരു കൈ വെച്ചുകൊണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട്. അതിൻ്റെ ഒക്കെ 100 ബിഷോപ്പർ മേടിച്ച് 3 പത്രം മേടിച്ചുകൊണ്ട് ഒരു ബിഷോപ്പർ ഇട്ടുകൊണ്ട് കൈത്തണ്ട ഇട്ടുകൊണ്ട് വരെ കൈത്തണ്ടലിടാൻ പറ്റത്തുള്ളൂ. അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും. കൊടുത്തിട്ട് അവർ മാതാവിനെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായല്ലേ? തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറയും. അപ്പം എനിക്കിവർ നടത്തിയ കാര്യങ്ങളതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന് തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും ദൈവമനസ്സറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പം ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറയും നിങ്ങൾ അർത്തക്കപ്പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും. മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യമുള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടി എടുക്കുക. അപ്പം കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ പിന്നെ സ്വന്തം മകനായിരിക്കുമേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും. ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും. ഞാൻ വിളിച്ച് പറയും നീ മര്യാദക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചുമട്ട് തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചും ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് പിടിയും വെച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. അപ്പോൾ ആ കേസൊന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിലിംഗ് ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ ശക്തീകരിക്കണമേ. അപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരിച്ചിട്ടാണ് ഷീജ വരണത്. അപ്പൊ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പം കുറച്ചനങ്ങാം. ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്ത് 50% ഹീലിംഗ് കൊടുത്ത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്നറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ. ആ കയ്യെ തൊട്ട് അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷിജ എന്താ പറയണത്, ഇപ്പം എനിക്ക് 2 പടല കൈ പഴമെടുത്ത് പൊക്കാൻ പറ്റും. അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പം പിന്നെ ഞാൻ തരൂ, അത് നീ പാസ് ചെയ്യുക. അവസാനം നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്. അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവരെ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത്
അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ, അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മാധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക. അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാണ് നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ തൃത്വൈക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് അവരെ വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്? മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാദിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കൂലിയില്ല ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എന്താ ഒരു വിഷയം എന്ന് പറയണത്? യേശു ക്രിസ്തുവിന് ഈ കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങളിലേക്ക് അമിതമായ രീതിയിൽ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ അയൽട്ടിസ് പാസ്സാകാൻ വേണ്ടിയാണോ? നമ്മുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു ഉയർത്തുന്നത് എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിൽ സംസാരിക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാവില്ല, ക്രിസ്തുവാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും, ക്രിസ്തുവിലാണ് അതേ എന്ന് പറയണത്, എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അതിന് ആമേൻ പറയുന്നതാണ് അവൻ പറയണത് പോലെ ചെയ്യാൻ അമ്മ പറയണതാണ്. അത് അമ്മ പറയുന്നൊരു ആമേനാണത് ശരിക്കും. അതാ 1 Corinthians 1:20 നമ്മൾ വായിച്ചത്. അപ്പം സഭയിൽ അങ്ങനെ അവൻ പറയണ പോലെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അടയാളം ഉണ്ടാകും. അതാണ് യോഹന്നാൻ പറയണത്. അങ്ങനെ കാനായിലെ വിവാഹാഘോഷ വേദിയിൽ
യേശു ദൈവമഹത്വത്തിൻ്റെ ആദ്യ അടയാളം കണ്ടുവന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളം സഭയിൽ കാണണം. ഇത് സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ അവിടെ അനുദിനം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ ഈ രോഗശാന്തി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അടയാളം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലേ വചനം. മർക്കോസിൻ്റെ സുവിശേഷം ആദിമ സഭയുടെ മുഖമുദ്ര എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കണം. നമ്മളൊരു അടയാളം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് എന്താ പറയണത്? 16:20 കർത്താവ് അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. ആരുടെ മധ്യസ്ഥത്തിൽ? അമ്മയുടെ മധ്യസ്ഥത്തിൽ. കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നെന്ത് ചെയ്യും? അടയാളങ്ങൾ കൊണ്ട് എന്തു ചെയ്യും? വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നീ എടുത്ത ഉടമ്പടിയുടെ സ്ഥിരീകരണം വരണത് അടയാളത്തിലൂടെയാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിക്കുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ പിന്നെ സഭയിൽ വേറെ ഒന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അധികാരം എന്ന് പറഞ്ഞാൽ അടയാളമില്ലാത്ത സഭ അധികാരം മാത്രമായി മാറിയാൽ അധികാരം ആ പ്ലസ് ധിക്കാരമാകും. അതാണ് പ്രശ്നം വരണത്. ആ ഒരു അവസ്ഥയിലേക്ക് സഭ ജീർണിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം കൂടി തീർക്കാനുള്ള ബാധ്യത സുവിശേഷ സാക്ഷികൾക്കുണ്ട്. മക്കളെ എഴുന്നേൽക്കുക. വളരെ നിർണായകമായ സ്വർഗീയ നിമിഷങ്ങളാണ്. കൃപാസനം ഉടമ്പടി ആരാധന പ്രത്യേകത അത് എപ്പോഴാണ് അത് അപ്പ് നടക്കുന്നത്, പിന്നെ അത് അപ്പ് ചെയ്യണത് ആ നിമിഷം വരെ എക്കാലങ്ങൾ ഏതെല്ലാം കാലം അത് യൂട്യൂബിൽ കിടക്കുന്നു അക്കാലങ്ങളെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പഴയ ആരാധനയൊക്കെ കൂടി സൗഖ്യം പ്രാപിച്ചെന്നൊക്കെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയണ ഇതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആരാധന ഉടമ്പടി എപ്പോഴെടുത്തവരായാലും ശരി, അവർ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധന കൂടണം. ചൊവ്വാഴ്ച കൂടാൻ പറ്റില്ലെങ്കിൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ ആ ഉടമ്പടി ആരാധന കൂടി ഉടമ്പടിയുടെ ഒരു ദൈവദുരസ്ഥനത്തെയും നമ്മൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ വചനം ഉടമ്പടി ധ്യാനം കൂടി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അഭിഷേകം പ്രാപിക്കാവുന്നുള്ളതും വചനം അറിയാൻ വേണ്ടി വചനം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി വചനം അറിയണതും അപ്ഡേഷൻ നടക്കണതെല്ലാം അതിൻ്റെ അഭിഷേകം നടക്കണതെല്ലാം ഉടമ്പടി ആരാധനയിലാണ്. ഒരിക്കലും ഉടമ്പടി ആരാധന നിങ്ങൾ വിട്ടുപോവുകയോ കൂടാതിരിക്കുകയോ ചെയ്യരുത്. ഇവിടെ വന്ന് കൂടാനുള്ള സാഹചര്യമില്ല, പക്ഷെ നമുക്ക് ഓൺലൈനിൽ കൂടാൻ പറ്റും. രോഗമുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് തൈറോയിഡുള്ളവർ, ട്രാൻസ്റ്റേറ്റുള്ളവർ അവരെല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാരും ശ്വാസകോശ രോഗമുള്ളവരും പാങ്ക്രിയാസിന് രോഗമുള്ളവരൊക്കെ പാങ്ക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അടിവയറിന് പെരുപ്പും മൂത്രം ഒഴിക്കുമ്പോൾ ചെരിച്ചിലും പുകച്ചിലും മൂത്രാശയത്തിൽ കല്ലും ഒക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവാംഗൻ രോഗമുള്ളവർ സ്വന്തം ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഓ ആരാധ്യനെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിച്ച സ്ഥലമാണിത്. ഈശോ ജീവനോടെ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളിൽ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവേ, അങ്ങേ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. PCOD രോഗങ്ങൾ ഒരടിവരിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെ പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദ രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങൾ, ശ്വാസമുട്ടലുള്ളവരുണ്ട്. കർത്താവെ, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിനുള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞുകുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവ് കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കാലം മുതൽ ഉള്ള ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ജീവനുടെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരെ സുഖവായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടരെ സുഖവായിടും എൻ്റെ ഉള്ളം. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവണേ. നാക്ക് വിണ്ടുപോയവർ, നാക്ക് കുറുനാക്ക് പോലെ വന്നവർ, നാക്ക് കൊണ്ട് തളർന്നു പോയവർ, അവരൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ കണ്ണിന് വിഷമമുള്ളവരെ, വിങ്ങലുള്ളവർ, എൻ്റെ ഇടത് കണ്ണിന് വീക്കമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. എന്തൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നുകൊണ്ട് പൊള്ളി ചൊള്ളച്ചു വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഒരിക്കൽ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. കൈയും കാര്യം കളറ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വെരിക്കോസ് രോഗികളുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്ന സമയമാണ്. കശേരികൾ വിട്ടുപോകുന്നതിൻ്റെ പേരിൽ വിങ്ങിയിരിക്കുന്നവർ, നടക്കാനും ഇരിക്കാനും നിവർക്കാനും പറ്റാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ ഇത് അമ്മ നിങ്ങളെ സുഖപ്പെടുത്തുമെന്നുള്ള
ഏറ്റവും വലിയ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു എന്ന് പറഞ്ഞൊരു മോള് പൂഞ്ഞാറിൽ നിന്ന് കിടന്ന് വന്നതാണ് ഇവിടെ. കിടന്ന് നിങ്ങളെ സാക്ഷ്യം കാഴ്ച കാണുമായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞ് 1.5 കൊല്ലമായിട്ട് വാഹനം ഇടിച്ച് തെറിച്ച് വീണതിന് ശേഷം കിടന്നു പോയതാണ്. അപ്പോൾ അവർ മരിക്കാൻ തീരുമാനിച്ചു, എലിവിഷം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അത് എലിവിഷം കഴിച്ച ചാകുന്ന എലിയെ അവൾ കണ്ടെന്നാണ് പറയണത്. 2.5 മണിക്കൂർ കഴിഞ്ഞ ചത്തത്. അവനത് കഴിക്കാൻ പേടിയായിരുന്നു. കാര്യം അവളുടെ വേദന കൂടി അവൾ വീണ് കിടപ്പായി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയി സഹായിക്കാൻ അവരാരും ഇല്ലായിരുന്നു. അവൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാനോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. കിടപ്പായിപ്പോയി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി. അത് കാരണം അവളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേരും പോയി. അപ്പോൾ ഞാൻ ഓർക്കണേ, അവളെ കൊണ്ടുവന്ന് ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരാനുള്ള എന്നെ ആരും കൊണ്ടുവരാനുള്ള പരുവം വീട്ടിൽ ഇല്ലെന്നാണ് പറയണം അവൾ. അവസാനം ഞാൻ വിളിച്ച ഡ്രൈവറാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് വണ്ടി പാലത്തേക്ക് കയറുമ്പോൾ ഞാൻ ആപ്പാടെ എൻ്റെ ജീവൻ പോകുന്നു, എന്നാൽ തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന കടിച്ചമർത്തിയാലും ശരി അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞ് കാരക്കിടന്ന്. അങ്ങനെ പിന്നെ പാലായിൽ നിന്ന് ഇവിടെ കാരക്കിടന്നാണ് വരണത്. അത്ര കണ്ട് വേദനയാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് കാർ ഇവിടെ എൻ്റെ വാതിക്ക് നിർത്തും. അത് ഡ്രൈവർ ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞ് പിടിച്ച് നിന്നോളാം, ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് കാറിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയാൾ ഇവളെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കണ സ്ഥലത്തേക്ക് വന്നു. ഉടമ്പടി പത്രം മേടിച്ചു. പിന്നെ പതുക്കെ നടന്ന് അവൾ പറയണത്, പിന്നെ ഞാൻ ഈ സ്റ്റെയർകേസ് കയറി, പിന്നെ ഞാൻ 2ാമത്തെ നിലയിൽ പോയി, ഞാൻ കൗൺസിൽ എടുത്ത് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് കുട എനിക്ക് കിട്ടി. ഞാൻ അമ്മയ്ക്ക് കുടയും പിടിച്ചുകൊണ്ട് വന്ന്. ആദ്യമായിട്ടാണ് ഞാൻ 6 കിലോ ഭാരം എടുക്കണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എവിടെ വെച്ചാണ് അമ്മ എൻ്റെ വേദന ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയെന്ന്. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ഇതൊക്കെ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്തൊക്കെ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിതിങ്ങനെ പറഞ്ഞത് ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചാൽ നിങ്ങളെ എന്തിനാണ് ഇതിൻ്റെ ഇരട്ടി ഇത് ഈ വിശ്വാസം ഏറ്റവും അവസാനം കിട്ടിയ ആൾക്കാർ കാണിക്കുന്ന വിശ്വാസ സമർപ്പണങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇരട്ടി വിശ്വസിച്ചാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം എപ്പോഴും അറിയാമല്ലോ, ദൈവം ആരാണ് സത്യവും നീതിയും വിശ്വസ്തതയും കാണിക്കണത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശുദ്ധീകരണം ഉണ്ടാകണം, അത് കഴിഞ്ഞ് ശക്തീകരണം ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടിവെട്ട് പ്രേക്ഷിതനായി ഞാൻ മാറുമെന്നുള്ള ഒരു തീരുമാനത്തെ എടുത്ത് ഇത് നടപ്പിൽ വരുത്തണം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നണം. കാര്യം 7 മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവതിരുസ്ഥലത്ത് നിന്നിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ കടകളൊക്കെ നടത്തത്തില്ലേ, പിഴിക്കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരിടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ആൾക്കാർ പോയി നോക്കുമ്പോൾ ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പം കാണാൻ പറ്റും സങ്കടം. എന്താ കാര്യം? വൈകുന്നേരം വരുമ്പോൾ കടക്കാരും ബ്ലേഡുകാരും ഒക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട്. അതിനെ കവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം.
അവന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഈ ക്യാഷ് ബോക്സ് കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്ന് പൈസ കുറവാണെങ്കിൽ അവൻ ചോദിക്കണം വൈകുന്നേരം ബ്ലേഡുകാരെ ഇങ്ങനെ വിടും. അത് കഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളത് ഉടുപ്പ് മേടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ, അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് വെരിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനാണ് ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം ബോധപൂർവം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും. എന്ത് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് വരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണത്. അമ്മേ മതി എനിക്ക് ജയിക്കാനുള്ളതായി. വിപിൻ പറയുന്നുണ്ട്, പരീക്ഷ കൊള്ളിരുന്നുണ്ട്, അമ്മേ മതി എനിക്ക് ജയിക്കാനുള്ളതായെന്ന് പറയും. അത്രയും ദൈവം കാണിക്കുന്ന സിൻസിയറിറ്റി ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിക്ക് ബദലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷക്കാർ, ജോലിയില്ലാത്തവർ, ഇനി കുറേ പേര് സങ്കടം അനുഭവിക്കണം. എന്താണെന്ന് അറിയാമോ? അവർക്ക് വിസ വന്നിട്ടില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഈ ആഴ്ചയിലൊക്കെ ക്ലാസ് തുടങ്ങുകയാണ്. ഓൺലൈൻ ക്ലാസ് തീരുകയും വെർച്വൽ ക്ലാസ് തീരുകയും ഫിസിക്കൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ വിസ ഇപ്പോഴും വന്നിട്ടില്ല. 10 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വേദനകളെ ആരാധനയാക്കി മാറ്റുകയാണ് ഇപ്പോഴ്. ഇതുപോലെ തന്നെയാണ് വീടും സ്ഥലവും, വസ്തു വിൽപ്പന, കടം, ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹത്തിൽ സമയത്ത് വിൽക്കാൻ പറ്റാതിരിക്കുകയും, അപ്പോൾ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യും. എല്ലാം ബ്ലോക്കാവും. ഒരു ബ്ലോക്ക് വന്നാൽ അതിൻ്റെ കൂടെ കുറേ ബ്ലോക്കുകൾ ഒരുമിച്ച് വരും. ഒരു ബ്ലോക്ക് മാറുമ്പോൾ എല്ലാ ബ്ലോക്കുകളും മാറും. അപ്പോൾ ഇതൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ള മേഖലകളെല്ലാം ദൈവം ഇടപെടും. പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉടമ്പടിച്ചെടുക്കുമ്പോൾ അതാണ് പറഞ്ഞത്, അതിനുള്ള നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അപ്പം നിങ്ങളുടെ കാര്യത്തിന് ദൈവം പ്രാധാന്യം തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ഉള്ള വീട്ടിൽ പൊറുക്കാൻ പറ്റാത്തവരെ, കടക്കാര് കാരണം വീട് വിട്ടു പോകുന്നവരെ, നാട് വിട്ടു പോകുന്നവരെ തിരിച്ചു കൊടുക്കാൻ ജന്മത്ത് ആവത്തില്ലെന്നുള്ള ദുരന്ത സത്യം തിരിച്ചറിഞ്ഞ് ഉടമ്പടി മാതാവിന്റെ മുമ്പിലെ അഭയം പ്രാപിച്ചവരെ എല്ലാവരെയും ഓ ഈശോയെ, അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം ഈ ആരാധനയിൽ വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങൾ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കണ്ണുനീരും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബ വിഷയങ്ങളിലെ വേദനപ്പെടുന്നവരെ, അവിശ്വസ്തത കാണിക്കുന്നവരെ, കുടുംബ കോടതിയില് കേസിലിരിക്കുന്നവരെ, ഡൈവേഴ്സിന്റെ വക്കിലെത്തിയവരെ, ഡൈവേഴ്സ് ആയിപ്പോയവരെ, ഒറ്റക്ക് ജീവിക്കുന്നവരെ, പലതരത്തിലുള്ള വീട്ടുഞെരുക്കങ്ങളിലെ പൊറുതിമുട്ടുന്നുള്ള മേൽ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ, ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജീവിത വിഷയങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. വളരെ ധൈര്യമായിട്ട് നിൽക്കുക മക്കളെ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം 10,000 ദൈവത്തെ അനുഭവിച്ച് വലിയ സാക്ഷിയായി ജീവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് പോയവരുണ്ട്, കടൽ കയറി വീടെടുത്തു പോയവരുണ്ട്, എല്ലാ തരത്തിലും വഴിയാധാരമായി പോയ ജന്മങ്ങളുണ്ട്. അവരെല്ലാം ഈ ആരാധനയെ സമർപ്പിക്കുക.
വിദേശ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടവരെ, വിസ കിട്ടാത്തവരെ, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നവരെ, രേഖാമൂലമായ രേഖകൾ വേണ്ട സമയത്ത് കിട്ടാത്തവരെ, രേഖകൾ കൈമോശം വന്നവർ, തെളിവില്ലാത്തവർ, രേഖകൾ കാണാതെ പോയവര്, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. വിവാഹത്ത് വരാത്തവരെ, മക്കളില്ലാത്തവരെ, ഉള്ള മക്കൾക്ക് ഗുരുതരമായ രോഗങ്ങളുള്ളവരെ, ഹൃദയത്തിന് ദൂരമുള്ളത് കുഞ്ഞുങ്ങൾ, ഹൃദയത്തിന് ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, അവിടെ മേലെല്ലാം മാതാവിൻ്റെ കൈകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കുഞ്ഞുമക്കളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സദയം തുളേണേ സുഖമായിടും എൻ്റെ ഉള്ളം. കടങ്ങളിൽ കേസിലകപ്പെട്ടിരിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ, പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ വേദന മാറാതിരിക്കുന്നവരെ, ഭർത്താവോ ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയവരെ, അതിൻ്റെ വേദനയ്ക്ക് ശമനമില്ലാതെ ഉള്ളിൽ പെന്തനീറ് നെരിപ്പോട് പോലെ നടക്കുന്നവിടമേൽ ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവിടമേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, പരിശുദ്ധം അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരു നിമിഷം മൗനമായി അച്ഛൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളത് ഈശോയ്ക്ക് പരിശുദ്ധം വഴി ഏൽപ്പിക്കുക. വയറ് വീർത്തു വരുന്നവരുണ്ട്, ചില ബ്ലാഡറുകൾ, ചില ഓപ്പറേഷൻ്റെ സൈഡ് എഫക്ട്സ് ഉള്ള രോഗികളുണ്ട്, അവരെല്ലാം അച്ഛൻ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. സമാപന ആശീർവാദം കൈകൾ കൂപ്പി കണ്ണുടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ ആവേ